പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് വീണ്ടും മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യകാല പ്രവചനങ്ങളെപ്പറ്റി പറയുന്ന ഭാഗങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം എന്നുള്ള വിഷയമാണല്ലോ ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. എതിർ ക്രിസ്തു എവിടെ നിന്ന് വരുന്നു? എതിർ ക്രിസ്തു ആരുടെയൊക്കെ നേതാവായിട്ട് വരുന്നു? ഏതൊക്കെ രാജ്യങ്ങൾ എതിർ ക്രിസ്തുവിനെ പിന്താങ്ങുന്നുണ്ട്? ആരുടെയൊക്കെ പിൻബലത്തോടാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്നത് എന്നീ കാര്യങ്ങൾ നാം വളരെ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉപോദ്ബലകമായ ഒരു ഭാഗമാണ് ഇന്നും ചിന്തിക്കുന്നതിന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് എസേക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും 39-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളും വായിക്കുന്നതിന് പ്രാരംഭമായി കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ, കൂശിയർ, പൂത്തിയർ, ഗോമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോമർഗ ഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ. നീ അവർക്ക് മേധാവിയായിരിക്കാം. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെടുന്നതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്നു എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൽ പോലെ കയറി വരും. നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള സകല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ദുരുപായം നിരൂപിക്കും. മതിലില്ലാത്ത ഗ്രാമങ്ങൾ ഉള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യയെ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈനീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പിലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈരമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും. ശെബയും ദദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനും വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ ജനമായ ഇസ്രയേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരുത്തും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ ഇസ്രയേലിന് വിരോധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോകുന്ന അവരുടെ പ്രവാചകന്മാരായി എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്ത നിന്നെ കുറിച്ചല്ലയോ? ഇസ്രയേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. 39:1 മുതൽ, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുത്തും.
നിൻ്റെ ഇടം കൈയിൽ നിന്ന് ഞാൻ നിൻ്റെ വില്ല് തെറിപ്പിച്ച് വലം കൈയിൽ നിന്ന് നിൻ്റെ അമ്പ് വീഴിക്കും. ഈ ഭാഗങ്ങൾ വേദപുസ്തക ചരിത്ര പഠിതാക്കൾ പ്രത്യേകിച്ച് അന്ത്യകാല പ്രവചനത്തെപ്പറ്റി പഠിപ്പിക്കുന്നതായ ആളുകൾ ദീർഘവർഷങ്ങളായി ഒരു പ്രത്യേക ദിശയിൽ മാത്രം വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചതും നാം കേട്ട് ഗ്രഹിച്ചതുമായ കാര്യമാണ്. വേദപുസ്തക പ്രവചനങ്ങളുടെ പ്രത്യേകതകളെപ്പറ്റി ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ മുഖവരിയായി പല കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു. ഇന്നും മുഖവരിയായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് വരണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തക പ്രവചനം എന്നുള്ളത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയമോ സാമുദായികമോ സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായി വളച്ച് ഒടിച്ച് പഠിച്ച് പഠിപ്പിക്കേണ്ട നിസ്സാരമായ ഒരു കാര്യമല്ല. അങ്ങനെ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമെങ്കിലും ആയിട്ട് കുറഞ്ഞത് അന്ത്യകാല പ്രവചനങ്ങളെ പഠിപ്പിക്കുന്ന പ്രധാന അധ്യാപകരൊക്കെ അല്ലെങ്കിൽ വേദ പണ്ഡിതരൊക്കെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന ആളുകളാണ്. അമേരിക്കക്കാരായ അധ്യാപകരുടെ, അമേരിക്കക്കാരായ വേദചിന്തകരുടെ ഒരു പ്രത്യേക രീതി അമേരിക്കയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് അനുകൂലമായും അമേരിക്കയിലെ ആളുകൾക്ക് കർണരസമാകുമാറും അമേരിക്കയുടെ ജീവിത രീതിക്ക് നിരക്കുന്ന രീതിയിലും അമേരിക്കയുടെ ലോക വീക്ഷണത്തിന് അനുകൂലമായ രീതിയിലും വേദപുസ്തക പ്രവചനങ്ങളെ വളച്ചൊടിക്കുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടായി ലോകത്തിൽ കണ്ടുവരുന്ന പ്രവചന പഠിതാക്കളുടെ ഇടയിൽ കണ്ടുവരുന്ന വളരെ നിരാശകരമായ ഒരു പ്രവണതയാണ്. അമേരിക്കക്കാരെന്ത് പറയുന്നു? അമേരിക്കൻ സ്കോളേഴ്സ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സെൽഫ് ഡിക്ലെയർഡ് എന്ന് പറയാം, സ്വയപ്രഖ്യാപിതരായ സ്കോളേഴ്സ് എന്ത് പറയുന്നു? അതാണ് ശരിയെന്ന് ലോകം മുഴുവൻ ചിന്തിക്കുകയാണ്. മലയാളികളുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, സായിപ്പിനെ കണ്ടാൽ കവാത്ത് പറക്കുമെന്ന്. വെള്ളക്കാരൻ എന്ത് പറഞ്ഞു, സായിപ്പ് എന്ത് പറഞ്ഞു, വേദപുസ്തകത്തിലായാലും ചരിത്രത്തിലായാലും സാഹിത്യത്തിലായാലും ശാസ്ത്രത്തിലായാലും അവർ പറഞ്ഞതൊക്കെ ശരിയായ കാര്യമാണ്, മറ്റുള്ളവർ പറഞ്ഞതൊന്നും ശരിയല്ല. നമ്മുടെ വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ തന്നെ മലയാളത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഷാന്തരത്തേക്കാൾ മെച്ചമാണ് ഇംഗ്ലീഷിലെ വ്യാഖ്യാനമെന്ന് ചിന്തിച്ച് പലപ്പോഴും ഇംഗ്ലീഷിൽ കൂടെ വേദപുസ്തകം പഠിക്കുന്നത് കുറേ കൂടെ അഭികാമ്യമായ ആളുകൾക്ക് തോന്നാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ വെള്ളക്കാരായ എൻ്റെ വിദ്യാർത്ഥികളോട് പറയുകയുണ്ടായി, നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പരിഭാഷയൊക്കെ മൂലഭാഷയുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ വികലമാണ്, വളരെ മോശമാണ്, വളരെ തരം താഴ്ന്നതാണ്. മറിച്ച് ഞങ്ങളുടെ മലയാള ഭാഷയിലെ പരിഭാഷകളാണ് മൂലഭാഷയോട് കുറേ കൂടെ അടുത്ത് വരുന്നതെന്ന്. ഉദാഹരണത്തിന് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന മത്തായും മർക്കോസും ലൂക്കോസും യോഹന്നാനും ഒക്കെ ഈ പദങ്ങളൊക്കെ എബ്രായ ഭാഷയിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ മത്തായി എന്ന് ഉച്ചരിക്കാനും മർക്കോസ് എന്ന് ഉച്ചരിക്കാനും ലൂക്കോസ് എന്നും യോഹന്നാനെന്നും കഫർന്നഹൂമെന്നും യെരൂശലേമെന്നും ശമരിയെന്നും ഗലീലിയെന്നും എന്നിത്യാദി പദങ്ങൾ ഉച്ചരിക്കുവാൻ കഴിയാത്ത വെള്ളക്കാർ, സായിപ്പന്മാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ അതൊക്കെ മാത്യു എന്നും മാർക്കെന്നും ലൂക്കെന്നും ജോണെന്നും സമാരിയ എന്നും ഗാലലി എന്നും ജെറൂസലമെന്നും ഇസീക്കിയലെന്നും ഐഷായ എന്നും പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ഇംഗ്ലീഷ് ഉച്ചാരണമാണ് കുറേ കൂടെ ശരിയെന്നുള്ളതുകൊണ്ട് മലയാളത്തിൽ പ്രസംഗിക്കും പോലും കഫർന്നഹൂമെന്നങ്ങ് പറയാതെ കഫർനമെന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഗലീലിയ എന്ന് പറയാതെ ഗാലലി എന്ന് പറയുന്നതും, യെരുശലേം എന്ന് പറയാതെ ജെറൂസലം എന്ന് പറയുന്നതും കുറേ കൂടെ മെച്ചമാണ് എന്ന് നാം അറിയാതെ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അമേരിക്കക്കാരായ ആളുകൾ അവരുടെ ഭാഷാന്തരത്തിൽ മാത്രമല്ല വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തെ വികലമായി കാണിച്ചിട്ടുള്ളത്. ഭാഷാന്തരത്തിൽ മാത്രമല്ല, മറിച്ച് അവരുടെ വ്യാഖ്യാനങ്ങളിൽ ധാരാളം വികലതകളുണ്ട്. അമേരിക്കയ്ക്ക് എന്തിഷ്ടമല്ലയോ അമേരിക്കയ്ക്ക് ഇഷ്ടമല്ലാത്തതൊക്കെ വേദപുസ്തകത്തിലും തെറ്റ്. അമേരിക്കയ്ക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ വേദപുസ്തകത്തിൽ വിശുദ്ധം. അമേരിക്കയോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നു അവരൊക്കെ വേദപുസ്തക പ്രകാരം അംഗീകാരം ലഭിക്കേണ്ടവരും അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവരൊക്കെ വേദപുസ്തക പ്രകാരം നിഷിദ്ധരും അശുദ്ധരും എതിർ ക്രിസ്തുവിൻ്റെ ആളുകളും അവർ ദൈവസഭയ്ക്കെതിരും. ഈ ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ്
കഴിഞ്ഞ 50 വർഷമായിട്ട് വേദപുസ്തകത്തിലെ അന്ത്യകാല പ്രവചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എതിർ ക്രിസ്തു എന്ന് പറയുമ്പോൾ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരുടെ മനസ്സിൽ, അധ്യാപകരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത അത് റഷ്യക്കാരാണെന്നാണ്, അത് റഷ്യയിൽ നിന്നാണ് എന്നാണ്. എതിർ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുന്നത് റഷ്യയാണെന്നും, അല്ലെങ്കിൽ റഷ്യയുടെ നേതാവായിട്ട് എതിർ ക്രിസ്തു വരുമെന്നും, അല്ലെങ്കിൽ റഷ്യൻ സഖ്യമായിരിക്കും എതിർ ക്രിസ്തുവിനെ പിന്താങ്ങുന്നതെന്നും, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലെ പ്രധാന ഭാഗം റഷ്യക്കായിരിക്കുമെന്നും, എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ ദേശത്ത്, ഇസ്രയേൽ മലകളിൽ യോദ്ധാക്കളായി വരുന്നത് റഷ്യക്കാരായിരിക്കും എന്നും അനേക വർഷങ്ങളായി പഠിപ്പിച്ച് ജനത്തെ വിശ്വസിപ്പിച്ച് വരികയാണ് അമേരിക്കക്കാരായ വേദപഠിതാക്കൾ. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ തെറ്റിത്തിരുത്തി മുന്നോട്ട് പോകണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ച ഭാഗത്ത് ചില പേരുകളുണ്ട്. ഒന്ന് രോഷ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗ്, മാഗോഗ്, പിന്നെ റോഷ്, മേശക്, തൂബൽ. ഈ വാക്കുകളെല്ലാം റഷ്യയുമായി ബന്ധപ്പെട്ട വാക്കുകളാണെന്നും, റോഷ് എന്ന് പറഞ്ഞാൽ റഷ്യയാണെന്നും, ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി ഗോഗും മാഗോഗും തൂബലും ഇതൊക്കെ റഷ്യയുടെ ഇതര ഭാഗങ്ങളാണെന്നും ചിന്തിച്ച, പഠിപ്പിച്ച, അതുകൊണ്ട് സോവിയറ്റ് റഷ്യയിൽ നിന്ന് വരുന്ന എന്തും എതിർ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുന്നതായതുകൊണ്ട് നാം അതിനെതിരായിരിക്കണമെന്നും അനേക വർഷങ്ങളായി അമേരിക്കക്കാരെ ആളുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഈ സംഗതിയുടെ സത്യാവസ്ഥ എൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് കാണിച്ചു തരണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ പ്രവചനമാകട്ടെ, പ്രവചനമല്ലാത്ത ഭാഗമാകട്ടെ, വേദപുസ്തകത്തിലെ ഏത് ഭാഗവും നാം വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇതാരാണ് ഈ ഭാഗം എഴുതിയത്? പരിശുദ്ധാത്മാവാണ് തീർച്ചയായിട്ടും വേദപുസ്തകത്തിൻ്റെ ഓഥർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷെങ്കിൽ അത് എഴുതിയൊരു മനുഷ്യൻ്റെ കരമുണ്ട്, ഒരു വ്യക്തിയുണ്ട്, ഒരു ഹ്യൂമൻ ബീങ്, നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് എഴുതിയത്? 2, അദ്ദേഹം എവിടെ ഇരുന്നാണ് എഴുതിയത്? 3, ഏത് സമയത്താണ് താൻ എഴുതിയത്? 4, ആർക്കാണ് ഇത് എഴുതിയത്? 5, താൻ എഴുതിയ പശ്ചാത്തലം എന്താണ്, സാഹചര്യം എന്താണ്, തൻ്റെ മനസ്സിൽ കണ്ടിരുന്നതായ സന്ദേശം എന്താണ്? ഇനിയും ഈ കാര്യത്തിൻ്റെ 21-ാം നൂറ്റാണ്ടിലെ ശ്രോതാക്കൾക്ക് ഇതുമായിട്ട് എന്ത് റെലവൻസ്, ഈ പറഞ്ഞ കാര്യമായിട്ട് എന്ത് പൊരുത്തമുണ്ട്, ഇതിന് നമ്മോട് എന്ത് റീമ, എന്ത് ദൂത് പറയാനുണ്ട്? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ വേദപുസ്തകത്തിലെ ഒരു വാക്യമെടുത്തിട്ട് ആ വാക്യത്തിന് അതിൻ്റെ ശബ്ദത്തോട് താരതമ്യമുള്ള മറ്റൊരു ശബ്ദവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യാഖ്യാനം വളരെ വികലമാണ്. ഇവിടെ റോഷ് എന്ന് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ ആദ്യത്തെ പേരാണ്, അല്ലെങ്കിൽ റഷ്യ എന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ പേര്, അല്ലെങ്കിൽ ഇസീക്കിയേലിൻ്റെ കാലത്ത് ആ പദത്തിൻ്റെ പേര് റഷ്യ എന്നായിരുന്നു എന്നുള്ളതാണ്. ആളുകൾ റഷ്യയിൽ നിന്നാണ് എതിർ ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, എതിർ ക്രിസ്തുവിനെ പിന്താങ്ങുന്നതിന് ആളുകൾ വരുന്നത്, ഫോഴ്സ് വരുന്നത് എന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം. നമുക്കതുകൊണ്ട് ഈ ഭാഗത്തെ പറ്റിയുള്ള പ്രധാന സ്റ്റഡീസിൽ, പ്രധാന പഠനങ്ങൾ 1-2 ഓടിച്ച് നോക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. റോഷ് എന്ന പദത്തിന്, ROSH എന്ന് ഇംഗ്ലീഷിൽ എഴുതാം. റോഷ് എന്ന പദത്തെ 2 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, അതിനെ ഒരു പ്രോപ്പർ നൗണായിട്ട്, പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പേര്, ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, അതിനാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. റോഷ് എന്ന പദത്തിന് ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ നൗൺ, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്തിൻ്റെ പേര് എന്നെടുക്കാം. അതിൻ്റെ വേറൊരർത്ഥം ദ ചീഫ് പ്രിൻസ്
അല്ലെങ്കിൽ പ്രാധാന്യമർഹിക്കുന്ന മുഖ്യനായ പ്രധാനപ്പെട്ട ശ്രേഷ്ഠനായ വിശേഷത അർഹിക്കുന്ന ആള്, വ്യക്തി എന്ന്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ പദത്തെ വ്യാഖ്യാനിച്ചെടുക്കാവുന്നതാണ്. ഇനി ആരാണ് ഇതൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്? വിലം ജസാനിയസ് എന്ന് പറയുന്ന വിലം ജസാനിയസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു യഹൂദ പണ്ഡിതനുണ്ട്. എ ലെക്സിക്കോഗ്രാഫർ ആൻഡ് എ ഗ്രമാറിയൻ. ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി അല്ലെങ്കിൽ നിഘണ്ടു എഴുതുന്ന ഒരു പണ്ഡിതൻ എന്നാണ്. ഗ്രമാറിയൻ എന്ന് പറഞ്ഞാൽ വ്യാകരണ പണ്ഡിതൻ. ഇദ്ദേഹം എഴുതിയതായ തൻ്റെ പുസ്തകത്തിൽ താൻ പറഞ്ഞിരിക്കുന്നത് ഈ റോഷ് എന്ന പദത്തിന് നമുക്ക് നിശ്ചയമായിട്ടും ഒരു പ്രോപ്പർ നൗൺ ആയിട്ട് അതിനെ കാണാമെന്ന്. അതായത് ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് നമുക്കതിനെ കാണുന്നതിൽ തെറ്റില്ല എന്നാണ് ഈ പണ്ഡിതൻ്റെ അഭിപ്രായം. അപ്പോൾ ആ ഡിക്ഷണറിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചിന്തിച്ച് നോക്കണം. ഞാനീ പറഞ്ഞ വിലം ജസാനിയസ് എന്നയാൾ തൻ്റെ ഡിക്ഷണറിയിൽ റോഷ് എന്ന വാക്കിന് ഒരു സ്ഥലപ്പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, റോഷ് എന്ന വാക്കിന് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, ഒരു ദേശത്തിൻ്റെ പേരാണ്, പ്രോപ്പർ നൗണാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് വേദപഠിതാക്കൾ റോഷ് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എന്ന് ചിന്തിച്ചു പോകും. അവിടെ നമുക്ക് അല്പം കൂടെ ചികഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് വിശ്വസിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞയാൾ ആരാണ് എന്നാണ് ആദ്യമായി നാം നോക്കേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞ വിലം ജസാനിയസ് എന്ന യഹൂദ പണ്ഡിതൻ താൻ സ്കോളറാണ്, സ്കോളറല്ല എന്നെനിക്കൊരു അഭിപ്രായമില്ല. തൻ്റെ സ്കോളർഷിപ്പിനെ പറ്റി യാതൊരു സംശയമില്ല. പക്ഷെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ഫീൽഡിൽ മാത്രമാണ് താൻ സ്കോളറായിരിക്കുന്നത്. ഒന്ന് വ്യാകരണത്തിലും മറ്റൊന്ന് നിഘണ്ടു എഴുതുന്നതിലും. അദ്ദേഹം പുരാതന ചരിത്രത്തെപ്പറ്റി പറയുന്ന ഒരു പുരാതന ചരിത്ര പണ്ഡിതനല്ല. ഹി വാസ് നോട്ട് എ സ്കോളർ ഇൻ ഏൻഷ്യൻ ഹിസ്റ്ററി. ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ സ്കോളർ അല്ലാത്ത ഒരാൾക്ക്, പുരാതന ചരിത്രത്തിൽ നിപുണനല്ലാത്ത അല്ലെങ്കിൽ പണ്ഡിതനല്ലാത്ത ഒരാൾക്ക് ഒരു പദത്തിൻ്റെ അർത്ഥം ആ ഒരു പദം വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാത്രമേ തരുവാൻ കഴിയത്തുള്ളൂ. ഈ പദം എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെപ്പറ്റി തനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ട് വിലം ജസാനിയസ് എന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് 100% ശരിയാണ് എന്ന് എടുക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ 100% ശരി എന്ന രീതിയിൽ നമുക്കെടുക്കാൻ കഴിയുന്നത് ആരെയാണ്? ബ്രൗൺ, ഡ്രൈവർ, ബ്രിക്സ്, BDB. ഈ 3 പ്രസിദ്ധരായ യഹൂദ പണ്ഡിതന്മാർ, ബ്രൗൺ, ഡ്രൈവർ, ബ്രിക്സ്, BDB എന്നാണ്. അവരെഴുതി അവരുടെ ലെക്സിക്കോഗ്രഫി ഉണ്ട്, അവരുടെ അതിശ്രേഷ്ഠമായ ഡിക്ഷണറി ഉണ്ട്. ആ ഡിക്ഷണറിക്കകത്ത് ഇവർ 3 പേരും പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായൊരു കാര്യം, റോഷ് എന്ന വാക്കിന് ഒരു പ്രോപ്പർ നൗണായി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കുവാൻ കഴിയത്തില്ല എന്നാണ്. റോഷ് എന്ന വാക്കിനെ എന്തുകൊണ്ട് ഒരു സ്ഥലത്തിൻ്റെ പേരായി വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല? റഷ്യ എന്നുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ്, ഒരു സ്ഥലത്തിൻ്റെ പേരല്ല റോഷ് എന്നുള്ളത്. എന്തുകൊണ്ട് റോഷ് എന്നുള്ളത് സ്ഥലത്തിൻ്റെ പേരല്ല എന്ന് അവരോട് ചോദിച്ചാൽ അവരുടെ മറുപടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അവർ പറയും 600-ലധികം പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ റോഷ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 600 പ്രാവശ്യവും റോഷ് എന്ന പദം ഉപയോഗിക്കുമ്പോൾ അവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം തലവനെന്ന്, മുഖ്യനെന്ന്, ഉന്നതനെന്ന്, ഏറ്റവും നല്ലവനെന്ന്, ദ ഹെഡ്, ചീഫ്, ടോപ്പ്, ബെസ്റ്റ്. ഇത്തരം അർത്ഥം വരുന്ന പദങ്ങളാണ്, അർത്ഥം വരുന്ന രീതിയിലാണ് റോഷ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പലപ്പോഴും വിലം ജസാനിയസിൻ്റെ ഡിക്ഷണറി നോക്കുമ്പോൾ ആ പദത്തിന് പ്രോപ്പർ നൗൺ കൊടുത്തിട്ടുള്ളതുകൊണ്ട്, സ്ഥലത്തിൻ്റെ പേരെന്ന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിനപ്പുറം ചിന്തിക്കാതെ നമ്മളിത് റഷ്യയാണ് എന്ന് അങ്ങ് ആദ്യമായി ചിന്തിച്ചു പോകും.
അത് നമ്മുടെ ചിന്തയിലെ തെറ്റാണ്. അതിനപ്പുറമായി കാണുന്നതിന് നാം ശ്രമിച്ചില്ല എന്നുള്ളത് നമ്മുടെ ഭാഗത്തെ തെറ്റാണ്. ഇനിയും എഡ്വിൻ യമൂൻഷി എന്ന് പറയുന്ന തിയോളജിയൻ ആൻഡ് ഹിസ്റ്റോറിയൻ, ചരിത്ര പണ്ഡിതനും വലിയ വേദശാസ്ത്രജ്ഞനുമായ ആൾ പറയുന്നത് റഷ്യ എന്ന പദം എവിടെ നിന്നുണ്ടായി? റൂസ് എന്ന വാക്കിൽ നിന്നാണ് റഷ്യ എന്ന പദമുണ്ടായത്. ഈ റൂസ് എന്ന വാക്ക് കരിങ്കടലിൻ്റെ വടക്ക് ഭാഗമായ ബ്ലാക്ക് സീയുടെ നോർത്തേൺ സൈഡിലുള്ള കെയ്വ് എന്ന ഭാഗത്ത് മിഡിൽ ഏജസിൽ, മധ്യകാലഘട്ടത്തിൽ താമസിക്കാൻ വന്ന ഒരു കൂട്ടം ആളുകൾ, വൈക്കിംഗ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മധ്യകാലഘട്ടത്തിൽ കരിങ്കടലിൻ്റെ ബ്ലാക്ക് സീയുടെ വടക്ക് ഭാഗത്തുള്ള കെയ്വ് എന്ന സ്ഥലത്ത് താമസിക്കുന്നതിന് വന്ന വൈക്കിംഗ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരുടെ പേരാണ് റൂസ് എന്നുള്ളത്. റൂസ് എന്ന ആ പേരിൽ നിന്നാണ് പിൽക്കാലത്ത് റഷ്യ എന്ന വാക്ക് ഉണ്ടായത്. അതായത് ഈ പറയുന്ന സംഭവവും റൂസ് എന്ന ആളുകൾ അവിടുന്ന് കുറേ കൂടെ മുന്നോട്ട് പോയിട്ട് അവർ വന്ന് നമ്മുടെ ഇന്നത്തെ റഷ്യയിലെ ആളുകളുമായി ഇടകലർന്ന്, അതായത് സ്ലാവോണിക് വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ഇടകലർന്ന് റഷ്യ എന്ന പേര് ഉണ്ടാകുന്നത് എസീക്കിയേൽ പ്രവാചകൻ ഈ കാര്യങ്ങളൊക്കെ പ്രവചിച്ചിട്ട് ഏതാണ്ട് 2000 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എസീക്കിയേൽ പ്രവാചകൻ പ്രവചിച്ച കാലത്ത് റഷ്യയില്ല, നമ്മൾ ഇന്ന് കാണുന്ന റഷ്യയില്ല. എസീക്കിയേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനവുമായിട്ട് അതുകൊണ്ട് റഷ്യയെ നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ കഴിയത്തില്ല. ക്ലൈഡ് ബില്ലിംഗ്ടൺ എന്ന് പറയുന്ന ക്ലൈഡ് ബില്ലിംഗ്ടൺ എന്ന് പറയുന്ന വലിയ യഹൂദ പണ്ഡിതൻ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് പുരാതന മധ്യകാലഘട്ടത്തിൽ കരിങ്കടലിൻ്റെ വടക്ക് ഭാഗത്ത് അധിവസിച്ചിരുന്ന റൂസ് അല്ലെങ്കിൽ റോസ് അല്ലെങ്കിൽ റോക്സ്, ROS എന്നിവർ സ്ലാവുകളും വാരംഗികളുമായി 9-ാം നൂറ്റാണ്ടിൽ ഇടകലർന്നിരുന്നു. സ്ലാവ് എന്ന് പറയുന്നത് വേറെ വിഭാഗക്കാരാണ്, വാരംഗികൾ വേറെ വിഭാഗക്കാരാണ്. ഈ രണ്ട് കൂട്ടരുമായിട്ട് ഇവർ ഈ പറഞ്ഞ റോസ് അല്ലെങ്കിൽ റോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇടകലർന്നു. ഇന്ന് നാം റഷ്യക്കാരെന്ന് വിളിക്കുന്നവർ അന്ന് ഉടലെടുത്ത ഒരു സങ്കരവർഗമാണ്. ഈ 9-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു സങ്കരവർഗത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഇന്ന് റഷ്യക്കാരെന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എസീക്കിയേൽ അന്ന് നിലനിൽക്കുന്ന ഒരു കൂട്ടരെ വർഗക്കാരെ വിളിച്ചിട്ട് പറയുന്ന റോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, റോസ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അന്ന് നിലനിൽക്കുന്ന ഒരു വിഭാഗം ആളുകളോട് പ്രവാചകൻ പ്രവചിക്കുകയാണ് ഈ ഭാഗം. അവർ റഷ്യയാണെങ്കിൽ റഷ്യ എന്നൊരു പദവും വന്നില്ല, റഷ്യൻസ് എന്നൊരു കൂട്ടരും അന്ന് ലോകത്തില്ല. ഇംഗ്ലീഷിൽ ആനക്രോണിസം എന്നൊരു പദമുണ്ട്. ആനക്രോണിസം എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു കാലഘട്ടത്തിൽ നിലനിന്നിട്ടില്ലാത്ത കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായി തെറ്റായി കണക്റ്റ് ചെയ്ത് ചേർത്ത് പറയുന്നതിനെയാണ് ആനക്രോണിസം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് മഹാത്മജി ജയിലിൽ കിടന്നുകൊണ്ട് തനിക്ക് ജയിലിൽ മൊബൈൽ ഫോൺ അനുവദിക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുകയും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവർ അനുവദിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ചെയ്തില്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ആ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു, സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മൊബൈൽ കൊണ്ട് നടക്കുന്ന കാലമല്ലായിരുന്നു എന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാകാം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്നില്ലാത്ത, പ്രചാരത്തിലില്ലായിരുന്ന ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നതിനാണ് ആനക്രോണിസം എന്ന് പറയുന്നത്.
അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വായിച്ച വേദഭാഗവും റഷ്യയുമായി ബന്ധപ്പെടുത്തി പ്രവചന പഠിതാക്കൾ പറയുന്നത് ശരിയാണെങ്കിൽ അവർ പറയുന്ന കാര്യം വളരെ വ്യക്തമായും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, നിലനിൽന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് എസേക്കിയേലിന്റെ പ്രവചനം കഴിഞ്ഞ് 1500 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ആളുകൾ പ്രവാസികളായി ഇതര ആളുകളുമായി ഇടകലർന്ന് ഏതാണ്ട് റഷ്യയുടെ തെക്ക് ഭാഗത്ത് ഒക്കെ വന്ന് താമസിക്കാൻ തുടങ്ങുന്നത്. ഇനി ഇതേ സമയം യെഹീസ്കീയേൽ പ്രവാചകൻ റോഷ് എന്ന് പറഞ്ഞത് റഷ്യയിൽ താമസിക്കുന്ന ആളുകളെ പറ്റിയാണ് എന്ന്, റഷ്യക്കാരെ പറ്റിയാണ് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ക്ലൈഡ് ബില്ലിംഗ്ടൺ എന്ന് പറയുന്ന സ്കോളർ, പണ്ഡിതൻ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഭൂമിശാസ്ത്രപരമായി അല്പം ഒന്ന് ആലോചിക്കാം. ഭൂമിശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ഈ പറഞ്ഞതായ ആളുകൾ താമസിച്ച ഭാഗം ഏതാളുകൾ? ഞാനീ പറഞ്ഞ ഇവിടെ പറഞ്ഞതായ റോഷ്, മേശക്ക്, തൂബൽ എന്നീ ആളുകൾ, ഇവരൊക്കെ ഞാൻ പറഞ്ഞു ഇതെല്ലാം പ്രധാനപ്പെട്ടതായ വർഗങ്ങളുടെ, ഗോത്രങ്ങളുടെ, ജനവിഭാഗങ്ങളുടെ പേരാണ്, രാഷ്ട്രങ്ങളുടെ പേരല്ല. ഇവർ താമസിച്ചതായ ദേശം ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള യുക്രൈൻ എന്ന രാജ്യമാണ്. റഷ്യയോട് വളരെ സാമീപ്യമുള്ള ജോർജിയ, ചെച്ചിനിയ എന്നീ രാജ്യങ്ങളൊക്കെ ഭൂമിശാസ്ത്രപരമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി കുറേ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇതോടൊപ്പം പേര് പറഞ്ഞിട്ടുള്ള ഈ ആളുകളൊക്കെ ഇന്നത്തെ തുർക്കിയിൽ, ഇന്നത്തെ ടർക്കിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഞാനീ പറഞ്ഞ റോഷും അവരോട് അനുഗമിക്കുന്ന ആളുകൾ. മാഗോഗോ, ചരിത്രകാരനായ ഫ്ലൈവിയസ് ജോസീഫസിനെ പറ്റി ആർക്കും തർക്കിക്കാൻ കഴിയത്തില്ല. ജോസീഫസ് ഇവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് മാഗോഗ് എന്ന വാക്ക് സ്കിത്തിയരുടെ നാട്ടിൽ താമസിച്ച ആളുകളുടെ പേരാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മാഗോഗ് എന്ന് പറയുന്ന ആളൊരു വ്യക്തിയായിരുന്നു. അയാളിൽ നിന്ന് ഉത്ഭവിച്ച സന്തതികളെയാണ് മാഗോഗുകൾ എന്ന് പറയുന്നത്. മാഗോഗാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഗ്രീക്കുകാർ ഇവരെ വിളിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പദമായിരുന്നു സ്കിത്തിയർ എന്ന്. മാഗോഗ് എന്നും സ്കിത്തിയർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. മാഗോഗ് എന്ന ആളിൻ്റെ വംശത്തിൽ ജനിച്ച ആളാണ് മാഗോഗികൾ മുഴുവനും. എന്നാൽ സ്കിത്തിയർ എന്ന് ഗ്രീക്കുകാർ അവരെ സ്കിത്തിയർ എന്നാണ് വിളിച്ചിരുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ തെളിവുകൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കും, ഞങ്ങൾക്കിതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കണം, ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയുന്ന, ലോകത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത 3 പുസ്തകങ്ങൾ റെഫറൻസിന് വേണ്ടി ഞാൻ പറയാൻ പോവുക. ഒന്ന്, മാക്മില്യൻ ബൈബിൾ അറ്റ്ലസ്. ലോകത്തിൽ ആർക്കും എവിടെയും ലഭ്യമായതാണ് മാക്മില്യൻ ബൈബിൾ അറ്റ്ലസ്. മാക്മില്യൻ ബൈബിൾ അറ്റ്ലസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ബൈബിൾ അറ്റ്ലസ്. മൂന്നാമത്തെ ഒന്ന് മൂഡി അറ്റ്ലസ് ഓഫ് ബൈബിൾ ലാൻഡ്സ്. ഈ പറയുന്ന 3 പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിലെ ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. അത്ര വസ്തുനിഷ്ഠമായ, നിസ്സംശയമായ, വളരെ സ്പഷ്ടമായ, അർത്ഥശങ്കയ്ക്കിടയില്ലാത്തതായ പ്രതിപാദ്യങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ. ഞാനീ പറഞ്ഞിരിക്കുന്ന ഈ 3 പുസ്തകങ്ങളിലും മാഗോഗ്, മേശക്, തൂബൽ, ഗോഗ് എന്നിവയെ ഏഷ്യ മൈനറിൽ, അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കിയിലാണ് ഈ സ്ഥലങ്ങളെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നോക്കിയോണേ, മനുഷ്യപുത്ര, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടതെന്ന് പറയുമ്പോൾ, പ്രവാചകനോട് യഹോവയായ ദൈവം റഷ്യയിലോട്ട് തിരിഞ്ഞ് പ്രവചിക്കാനല്ല പറഞ്ഞത്, മറിച്ച് നമ്മുടെ ഇന്നത്തെ തുർക്കി എന്ന ഏഷ്യ മൈനറിലെ ആളുകളുടെ നേരെ മുഖം തിരിച്ച് അവരോട് പറയണം എന്ന് ആണ് പറഞ്ഞത്. ഇനി ഗോഗ് എന്ന് പറയുന്നത്
മാഗോഗ് ദേശത്തിലെ അല്ലെങ്കിൽ മാഗോഗിൻ്റെ ഇടയിലെ ഒരു പ്രബലരായ മികച്ചു നിന്നിരുന്ന മുന്നിട്ട് നിന്നിരുന്ന ആൾക്കാരായിരുന്നു ഗോഗ്. മാഗോഗിലെ വളരെ പ്രബലരായ ഒരാൾക്കാരായിരുന്നു ഗോഗ്. ഇനി മേശക് എന്ന പദമോ പുരാതന അസേറിയൻ ലിഖിതങ്ങൾ നോക്കിയാൽ മുസ്കി, മൂസ്കു, MUSKI, MUSKU എന്നൊക്കെ 1200 BC മുതൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് വായിക്കാവുന്നതാണ്. തൂബൽ എന്ന ആളുകളുമായി ഈ പറഞ്ഞ മേശക് എന്ന ആളുകൾക്ക് വളരെ അടുത്ത ബന്ധമുള്ളതായിട്ട് ലോക ചരിത്രത്തിൽ, അക്കാലത്തെ ചരിത്രത്തിൽ എല്ലായിടത്തും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവർക്ക് മേശക്കിന് തൂബലുമായി ബന്ധമുണ്ടായിരുന്നുകൊണ്ട് മേശക്കിനെ പറ്റി പറയുന്നിടത്തൊക്കെ തൂബലിനെ പറ്റി പറയും, തൂബലിനെ പറ്റി പറയുന്നിടത്തൊക്കെ മേശക്കിനെ പറ്റി പറയും. കാര്യം അവർ പരസ്പരം വളരെയധികം ഇടപഴകി ജീവിച്ചിരുന്ന വളരെ അന്യോന്യം ബന്ധമുള്ള ആളുകളായിരുന്നു. വേദപുസ്തകത്തിൽ തന്നെ അതിന് തെളിവുണ്ട്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ജെനിസിസ് 10:2, എസീക്കിയേൽ 27:13, എസീക്കിയേൽ 27:13, 32:26, 30-26, 38:2-3, 38:2-3, 39:1, എസീക്കിയേൽ 39:1, 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഫസ്റ്റ് ക്രോണിക്കൽസ് 1:15, 1:15 എന്നീ ഭാഗങ്ങളിലൊക്കെ മേശക്, തൂബൽ എന്നിവരെ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഇനി ഹെറഡറ്റസ് എന്ന പ്രസിദ്ധനായ ചരിത്രകാരൻ്റെ അഭിപ്രായത്തിൽ പേർഷ്യക്കാർ ഈ മേശക് എന്ന ആളുകളെ കപ്പദോന്യക്കാർ, കപ്പഡീഷ്യൻസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇതേ ആളുകളെ ഗ്രീക്കുകാർ വിളിച്ചിരുന്നത് സിറിയൻസ് അല്ലെങ്കിൽ വൈറ്റ് സിറിയൻസ് എന്നാണ്. അപ്പോൾ നോക്കിയേ, കപ്പദോന്യ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സിറിയ എന്നുള്ളത് റഷ്യയിലല്ലെന്നുള്ളത് സകലർക്കും അറിയാം. നമ്മുടെ പ്രതിപാദ്യ വിഷയം എതിർ ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എതിർ ക്രിസ്തുവിനെ രംഗത്ത് കൊണ്ടുവരികയും എതിർ ക്രിസ്തുവിന് അനുകൂലമായി ഇസ്രയേലിന് വിരോധമായി യുദ്ധം ചെയ്യുന്നതിന് ഇസ്രയേൽ ദേശത്ത് പടക്കൂട്ടമായി ഒരുമിച്ച് വരുമെന്ന് എസീക്കിയേൽ പ്രവാചകനിൽ കൂടെ നമ്മുടെ കർത്താവ് ആരെപ്പറ്റി പ്രവചിച്ചോ ആ ആളുകൾ റഷ്യക്കാരല്ല ആണെന്നുള്ളത് വേദപുസ്തകത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും യാതൊരു തെളിവും നമുക്ക് ലഭിക്കത്തില്ല. മറിച്ച് അവരാരൊക്കെയാണ് എന്ന് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.